ഹലോ എവറി വൺ, ഒരു പുതിയൊരു ട്യൂട്ടോറിയൽ സീരീസാണ്. പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റ്സ് ആണ് നമ്മുടെ ടോപ്പിക്ക്. ഇതിനകത്ത് ഞാൻ മുമ്പ് ചെയ്ത അക്കാഡമിക് സീരീസ് പ്ലേലിസ്റ്റ് പോലെ, അതായത് നമ്മൾ ലീനിയർ ആൾജിബ്ര പ്ലേലിസ്റ്റ് പോലെ ഗേറ്റ് സിലബസ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്കിത് നിങ്ങളുടെ അക്കാഡമിക്സിന് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഗേറ്റ് നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക്സ് ക്ലിയർ ആവും, അത് 100% ഷുവറാണ്. ഓക്കെ, സോ അത് കൂടാതെ ഞാനിതിനകത്ത് കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, പി ടെസ്റ്റ്, ടി ടെസ്റ്റ്. അതായത് നിങ്ങളൊരു ഡാറ്റ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്തൂസിയസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓൾറെഡി. ഓക്കെ, ബേസിക്കലി ഈ ടോപ്പിക്സ് ഈയിടെയായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് കുറച്ച് പോപ്പുലറാണ്, ഇങ്ങനത്തെ കൺസെപ്റ്റുകൾ. കാരണം ഇതേപോലെ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഫാൻസി നെയിംസ് വെച്ച് മാർക്കറ്റ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ക്യാഷ് ചിലവാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി ഇതൊന്നും ഈ ഫാൻസി നെയിംസ് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഇതെല്ലാം 1970s തൊട്ട് അല്ലെങ്കിൽ 1970s തൊട്ട് early 2000s ആ ഒരു ടൈമിൽ കണ്ടെത്തിയ കുറേ അൽഗോരിതംസും കുറേ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകളും തന്നെയാണ് നിങ്ങൾ ഈ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്സിനകത്ത് നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടോപ്പിക്സ് കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അത് ഈ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിൽ കരിയർ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഗുണമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളൊരു അക്കാഡമിക് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗേറ്റിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒബ്വിയസ്ലി ടൈറ്റിലിൽ അങ്ങനത്തെ വീഡിയോസിൽ ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്യാവുന്നതായിരിക്കും. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഫസ്റ്റ് തുടങ്ങുക, നിങ്ങൾ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷായിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിലോ, ഇതിൽ നിങ്ങൾ ആദ്യം എൻകൗണ്ടർ ചെയ്യുന്ന ഒരു നെയിം എന്ന് പറയുന്നത് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന നെയിം കേൾക്കുമ്പോൾ, റാൻഡം എന്നൊക്കെ പറയുന്നത് വലിയ സ്റ്റൈലിഷ് ആയിട്ടുള്ള നെയിം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ടോപ്പിക്ക് നമ്മൾ വെറുക്കാൻ തുടങ്ങും. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കോളേജ് ടൈമിലും മിക്കവർക്കും വെറുത്ത ഒരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കറക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും പ്രോബബിലിറ്റിയിനകത്താണ് കാണുന്നത്. ഓക്കെ, അധികം ഫോർമുലാസ് ഒന്നും കാണത്തില്ല, പക്ഷേ ഒരുമാതിരി മനുഷ്യനെ വട്ടാക്കുന്ന കുറേ കൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസും കുറേ ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ നിന്നെല്ലാം ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഭയങ്കര ടയർസം ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുമാത്രമല്ല ഗേറ്റിന് ഒരിക്കലും നിങ്ങൾക്ക് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ നിന്ന് ഒരിക്കലും ചോദിക്കത്തില്ല. ഇപ്പം ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ടഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് പ്രോബബിലിറ്റിയിലാണ്. കാരണം പ്രോബബിലിറ്റിയിൽ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കാണത്തില്ല. എപ്പോഴും നിങ്ങളുടെ മറ്റ് സബ്ജക്റ്റ് ലൈക്ക് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്, ഡിജിറ്റൽ സർക്യൂട്ട്സ്, പിന്നെ റെയർ കേസിൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഗേറ്റിൻ്റെ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളത്. സിഗ്നൽ പ്രോസസ്സിങ്, അതായത് നിങ്ങളുടെ ഇൻഫർമേഷൻ തിയറി, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, അതിൽ നിന്നൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് ഒരുപാട് ടഫല്ല, ക്വസ്റ്റ്യൻസ് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷനിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് എത്താൻ കൊടുക്കത്തെ പാടായിരിക്കും. ഓക്കെ, അധികം സ്റ്റെപ്പൊന്നും ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറിൽ കാണത്തില്ല, പക്ഷേ അത് ഫസ്റ്റ് സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ തന്നെ ഒരുപാട് ടഫായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അതായത് സിഗ്നൽ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ തിയറി പോലത്തെ സബ്ജക്ട്സ് നിങ്ങൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ആ സബ്ജക്റ്റും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോബബിലിറ്റിയുടെ കൺസെപ്റ്റും നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. ഒരിക്കലും ഈ പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതെല്ലാം ഇംഗ്ലീഷിൽ ഇത് ഭയങ്കര സംഭവമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും മലയാളത്തിൽ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പ്രോബബിലിറ്റിയിൽ നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ, റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ചുമ്മാ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്ന പരിപാടിയിനല്ല റാൻഡം. അതായത് റാൻഡമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, അതിനെയല്ല നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് എടുക്കുന്നു, ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ഇപ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന നമ്മുടെ ഫേമസ് പ്രോബബിലിറ്റിയിലെ ഒരു എക്സ്പെരിമെൻ്റാണ്, റാൻഡം എക്സ്പെരിമെൻ്റാണ് ഈ കോയിൻ ടോസ്. ഈ കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അതായത് ഒന്നല്ലെങ്കിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽസ് വരും.
അല്ലേ? ഈ ഔട്ട്കംസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇതിലേത് വീഴുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഔട്ട്കംസ് നമുക്ക് സെർട്ടനായിട്ട് പറയാൻ പറ്റാത്ത എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റുകളെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അതായത് എക്സ്പെരിമെൻറ്റ് ഹൂസ് ഔട്ട്കംസ് ആർ നോട്ട് സെർട്ടൈൻസ്. അത് ഔട്ട്കംസ് നമുക്ക് അറിയാം, പക്ഷേ അതിൽ ഏത് കറക്റ്റായിട്ട് വീഴുമെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നത്. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്കംസ് എന്താണ്? എച്ച് അല്ലെങ്കിൽ ടി ആണ്, അല്ലേ? ടെയിൽസ്, ഹെഡ് അല്ലെങ്കിൽ ടെയിൽസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ടോട്ടൽ ഔട്ട്കംസ് ഇതിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഹെഡ് അല്ലെങ്കിൽ ടെയിൽസ് ആണ്. ഓക്കെ, അപ്പം കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് ഒന്നല്ലെങ്കിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽസ് വരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഔട്ട്കംസ് ഉണ്ടല്ലോ, അത് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് അല്ലെങ്കിൽ ടെയിൽസ്. ഓക്കെ, ആ ടോട്ടൽ ഔട്ട്കംസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയണം? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന ഒരു സെറ്റാണ്. ആ സെറ്റിനകത്ത് എന്താണുള്ളത്? ഇതിൻ്റെ ടോട്ടൽ ഔട്ട്കംസ്, ഇതിൻ്റെ എല്ലാ ഔട്ട്കംസിൻ്റെയും ഒരു സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒന്നല്ലെങ്കിൽ എച്ച് അല്ലെങ്കിൽ ടെയിൽസ്. ഓക്കെ, ഇപ്പം കോയിൻ ടോസിൻ്റെ കാര്യമാണ് പറയണമെങ്കിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ സ്പേസിനകത്തുള്ള സാധനങ്ങളായിരിക്കും. ഓക്കെ, അതാണ് സാമ്പിൾ സ്പേസിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കോയിൻ ടോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഹെഡ്സാണ് കിട്ടിയതെന്ന് വെച്ചോ. ഹെഡാണ് നമുക്ക് കിട്ടിയെങ്കിൽ ആ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആൾറെഡി സാമ്പിൾ സ്പേസിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്കംസ് എല്ലാം നമുക്ക് അറിയാം, പക്ഷേ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഏത് ഔട്ട്കം കറക്റ്റായിട്ട് വരും എന്നുള്ളത് നമുക്ക് സെർട്ടനായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ അങ്ങനത്തെ എക്സ്പെരിമെൻറ്റുകളെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് വേറൊരു ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് എന്താണ്? നമ്മൾ ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ ഡൈസ് എന്ന് പറയുന്ന ഒരു ക്യൂബാണ്, അല്ലേ? ആ ക്യൂബിന് എത്ര ഫേസുകളുണ്ട്? 6 ഫേസുകളുണ്ട്. അപ്പോൾ ഡൈസിന് 1 മുതൽ 6 വരെ അതിൻ്റെ എല്ലാ ഫേസിലും റെപ്രസെൻറ്റ് ചെയ്ത് ചെയ്യും. അപ്പം ഇപ്പോൾ ഒരു ഡൈസ്, അത് നമ്മൾ പാമ്പും കെട്ടയും കളിയുമ്പോൾ അതിൻ്റെ ഫേസിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും, 3 ആയിരിക്കും, 5, 6, ഈ 6 വരെയുള്ള നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഈ 6 നമ്പറുകളിൽ ഏത് കറക്റ്റായിട്ട് വരുമെന്നാണ്. അപ്പോൾ അതും ഒരു റാൻഡം എക്സ്പെരിമെൻ്റാണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഫോർമുല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡൈസ് റോൾ ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എങ്ങനെയാണ്? 1, 2, 3, 4, 5, 6 ഇതാണല്ലോ നമ്മൾ സാമ്പിൾ സ്പേസ്. ഇതിനകത്ത് ഈവൻ നമ്പർ കിട്ടുന്നത് 2, 4, 6 ഒരു ഇവൻ്റാണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. അതേപോലെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ആവാം 1, 3, 5. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പർ ആവാം 1, 3. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആവാം. അങ്ങനെ കുറേ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നമുക്ക് ഈ ഒരു സാമ്പിൾ സ്പേസിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു സാമ്പിൾ സ്പേസിൽ നിന്ന് നമുക്ക് എത്ര ഇവൻറ്റ്സ് ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ എഴുതി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ സിമ്പിളായിട്ടുള്ള, അതായത് വലിയ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് പകരം വലിയൊരു കൺസെപ്റ്റ് വെച്ച് സോൾവ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെറിയൊരു കൺസെപ്റ്റ് വെച്ച് സോൾവ് ചെയ്യുന്നതാണ് എപ്പോഴും പ്രോബിലിറ്റിയിൽ നല്ലത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിക് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്താണ്? നമ്മുടെ കോയിൻ ടോസ് എക്സ്പെരിമെൻ്റ് ആണ്. കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റ് നമുക്ക് സക്സസ് ആയി, അതിലും നമുക്ക് ഇനി കുറച്ചുകൂടെ വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ നമ്മൾ ടൈസിൻ്റെ എക്സ്പെരിമെൻറ്റിലോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പം കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഹെഡും ടെയിലും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതായത് എത്ര സബ് സ്പേസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സബ് സ്പേസുകളെയാണ് നമ്മൾ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റുകളെയാണ് നമ്മൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ എത്ര ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഹെഡ് റിസീവ് ചെയ്യുന്ന ഒരു ഇവൻറ്റ്, അല്ലെങ്കിൽ ടെയിൽ റിസീവ് ചെയ്യുന്ന ഒരു ഇവൻറ്റ്.
ഓക്കെ, ഇവിടെ നമുക്ക് കുറേ എഴുതാൻ പറ്റും. ഈവൻ നമ്പർ, ഓഡ് നമ്പർ, ഡിവിസിബിൾ ബൈ 2, ഡിവിസിബിൾ ബൈ 3, ഡിവിസിബിൾ ബൈ 1, ഡിവിസിബിൾ, അങ്ങനെ പ്രൈം നമ്പർ, ഓഡ് നമ്പർ, ഈവൻ നമ്പർ, അങ്ങനെ കുറേ എഴുതി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ എത്ര ഡിസ്റ്റിങ്ക്റ്റ് ഈവൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. അതിനാണ് ഓക്കെ, ആ ഫോർമുലയാണ് നമുക്ക് 2n എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഈവൻറ്റ്സ് ഫ്രം എ റാൻഡം എക്സ്പെരിമെൻറ്റ്. നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഇവൻറ്റ്സ് ഫ്രം എ റാൻഡം എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ 2n കൊണ്ട് റെപ്രസെൻറ്റ്. ഈ n എന്ന് പറയുന്ന നമ്പർ ബേസിക്കലി ഈ സാമ്പിൾ സ്പേസിനകത്ത് എത്ര നമ്പറുണ്ട്, അതായത് ഇപ്പോൾ ഈ ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ അതിനകത്ത് 6 നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഇതല്ല കേട്ടോ, ഈ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇതല്ലേ, ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. അപ്പം ഈ എക്സ്പെരിമെൻറ്റിനകത്ത് നമ്മൾ ഈ സാമ്പിൾ സ്പേസിനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ട്, കൗണ്ട് എത്രയാണ്, 2. അപ്പം ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ്. അപ്പം എന്താണ് നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഇവൻറ്റ്സ് ഇൻ കോയിൻ ടോസ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ 2/2 ആണ്. 2/2 എന്ന് പറയുന്നത് എത്രയാണ്, 4. ഓക്കെ, അപ്പോൾ 4 ഡിസ്റ്റിങ്ക്റ്റ് ഇവൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഡൗട്ട് വരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സാമ്പിൾ സ്പേസിൽ Hഉം Tയും മാത്രമുള്ള ഒരു എക്സ്പെരിമെൻറ്റിനകത്ത് ഈ ഡിസ്റ്റിങ്ക്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ H വരും, അല്ലെങ്കിൽ എന്ത് വരും, T വരും അല്ലേ, ഇത് T ആണ്. ഓക്കെ, ഒന്നല്ലെങ്കിൽ H അല്ലെങ്കിൽ T വരുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇവൻറ്റ്സ് മാത്രമേ നമ്മളൊരു കോയിൻ ടോസ് എക്സ്പെരിമെൻറ്റിലുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ 4 എന്ന് പറയുന്ന നമ്പർ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ സ്പേസിനകത്തുള്ള ഇവൻറ്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതല്ലാത്ത ഒരു ഇവൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിച്ചെടുക്കാൻ ചെറിയ പാടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാതിരിക്കുന്നതും ഒരു ചാൻസ് ആണല്ലേ. അതായത് കോയിൻ ടോസ് ചെയ്തപ്പോൾ കോയിൻ എവിടെ കുഴിക്കാത്ത പോയി, അപ്പം നമുക്ക് ഔട്ട്കംസ് ഒന്നും കിട്ടിയില്ല. ഓക്കെ, അപ്പം പ്രോബിലിറ്റി ഓഫ് നള്ളിറ്റി അല്ലെങ്കിൽ നള്ളിറ്റിയും ഒരു ഇവൻ്റാണ്, ഒന്നും കിട്ടാതിരിക്കുന്നതും ഒരു ഇവൻ്റാണ്. അപ്പം നമുക്കിപ്പോൾ ടോട്ടൽ എത്രയായി, 3 ആയി. അപ്പോൾ പിന്നെയും 4 എന്ന് പറയുന്ന നമ്പറിലേക്ക് നമ്മൾ എത്തിയില്ല. അപ്പോൾ ഇനി ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയില്, ഇതും ഒരു ഇവൻ്റാണ്. ഓക്കെ, ഇതും ഒരു ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇവൻ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. പക്ഷേ ഇവർ രണ്ടുപേരെയും നമ്മൾ ഒരിക്കലും സാമ്പിൾ സ്പേസിൽ ആഡ് ചെയ്യത്തില്ല. കാരണം ഇവർ കോമൺ ആണ്, എല്ലാ റാൻഡം എക്സ്പെരിമെൻറ്റ്സിനും ഇവന്മാർ കോമൺ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഈ 4 എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അതുപോലെ നമ്മുടെ ഡൈസ് റോൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണെങ്കിലോ 2/6 ആണ്. കാരണം നമ്മളെ സാമ്പിൾ സ്പേസിനകത്ത് 6 നമ്പേഴ്സ് ഉണ്ട്. 2/6 എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ 64 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നമുക്ക് ഒരു ഡൈസ് റോൾ ചെയ്യുന്നതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഒന്നെന്ന് പറയുന്നത് എന്തായാലും നള്ളിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ 1 to 6 എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈവൻ നമ്പർ, ഓഡ് നമ്പർ, പ്രൈം നമ്പർ, അങ്ങനെ കുറേ ഇവൻറ്റ്സ്, സബ്സെറ്റ്സ് നിങ്ങൾക്ക് സാമ്പിൾ സ്പേസിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടോപ്പിക്കിൽ ഇത്രയും നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. താങ്ക് യു.